ആദ്യമായി അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ചേർക്കാം. ഞാനിതിൽ ഒരു സവോളയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം, അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തീ കുറച്ച ശേഷം പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് അടുത്തതായിട്ട് മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളകോ സാധാരണ മുളക് പൊടിയോ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 3.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാല ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാലയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ഒരു തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുടംപുളിയാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ 3 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് 1/4 പാൽ ചേർക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാലല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. 1/4 പാൽ ഒഴിച്ച ശേഷം ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം 1.5 കിലോ മീനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. മീൻ ഇതിലേക്ക് ഇട്ട ശേഷം തീ മീഡിയം ഫ്ലെയിമിലായി കുറച്ച് വെച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ തവി കൊണ്ട് ചെറുതായിട്ട് മീനിൽ മുട്ടാതെ ഇളക്കി കൊടുക്കുകയോ ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർക്കാം. വീണ്ടും നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. മീൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 പാൽ ചേർക്കുകയാണ്. 1/4 പാൽ ചേർത്ത ശേഷം കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി.
അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് അവസാനം കുറച്ച് ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ച് ചേർത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതുണ്ടാക്കി അപ്പം തന്നെ സെർവ് ചെയ്യുന്നതിലും നല്ലത് കുറച്ച് നേരം വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.